ദൈവം തൻ്റെ ഓരോ പദ്ധതികളിലേക്കും നമ്മളെ ഒരുക്കുന്ന രീതി വ്യത്യസ്തമാണ്. 3 പ്രധാനപ്പെട്ട തിരിവുകൾ ഞാൻ വളരെ പ്രായോഗികമായിട്ട് ഒന്ന് ഓർമ്മിപ്പിക്കാം. ചില കാര്യങ്ങളിൽ ദൈവം നമ്മളെ ഒരു കാഷ്വൽ ഡ്രസ്സിങ് സ്റ്റൈൽ, ഒരു സാധാരണ വസ്ത്ര അണിയുന്ന രീതിയിൽ ദൈവം നമ്മളെ ഒരുക്കും. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ നിൽക്കുമ്പോൾ അണിയുന്നത് സാധാരണ വസ്ത്രമാണ്. നിങ്ങൾ ഏതെങ്കിലും സ്ഥിരം പോകുന്ന, അല്ലെങ്കിൽ ജോലിക്ക് പോവുകയാണ്, സ്ഥിരം പോകുന്നതാണ്, അതൊരു കാഷ്വൽ ഡ്രസ്സാണ്. ദൈവം നമ്മുടെ ചില പ്രശ്നങ്ങളിൽ നമ്മളെ ഈ വിധത്തിൽ ഒരുക്കും. വലിയ ഒരുക്കങ്ങളൊന്നുമില്ല, അത്യാവശ്യം വേണ്ട വിധത്തിൽ, അത്യാവശ്യം മാന്യമായ വിധത്തിൽ ദൈവം നമ്മളെ ഒരുക്കുന്ന കാഷ്വൽ ഡ്രസ്സിങ്ങിൻ്റെ സ്റ്റൈലിൽ ദൈവം നമ്മളെ ഒരുക്കുന്ന രീതികളുണ്ട്. ചില പ്രശ്നങ്ങളിൽ അല്ലെങ്കിൽ ചില ആവശ്യങ്ങളുള്ള ബന്ധത്തിൽ ദൈവം നമ്മളെ ഒരുക്കുന്ന രീതി കാഷ്വൽ ഡ്രസ്സിങ് സ്റ്റൈലായിരിക്കും. വലിയ പ്രത്യേകിച്ച് എളുപ്പമൊന്നുമില്ല, പക്ഷേ ആവശ്യത്തിനുള്ളതുണ്ട് എന്ന വിധത്തിലുള്ള ചില ദൈവിക കരുതലുകളുണ്ട്. എന്നാൽ രണ്ടാമത്തേത്, ചില ഫംഗ്ഷന് വേണ്ടി പോകുമ്പോൾ, പ്രത്യേകിച്ച് ചില ഫംഗ്ഷന് വേണ്ടി പോകുമ്പോൾ അത് നമ്മളെ തന്നെ കൂടുതൽ ഒരുക്കും. അത് ഈ വീട്ടിലിടുന്ന വസ്ത്രമല്ല, സ്ഥിരം ജോലിക്ക് പോകുമ്പോൾ ഉപയോഗിക്കുന്ന വസ്ത്രമല്ല, പ്രത്യേകം നമ്മൾ ആ ഒരു ഫംഗ്ഷന് വേണ്ടി മാത്രം മേടിച്ച ഒരു പ്രത്യേക വസ്ത്രം, അത് നമ്മളെ തന്നെ കൂടുതൽ മനോഹരമാക്കി നോർമൽ ഒരു കാഷ്വൽ ഡ്രസ്സിങ് സ്റ്റൈലിൽ നിന്ന് കുറച്ചുകൂടി വിഭിന്നമായിട്ട് നമ്മളെ തന്നെ ഒരുക്കുന്ന രണ്ടാമത്തെ ഒരു അനുഭവമുണ്ട്. നമ്മുടെ ചില ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ, നമ്മളെ ദൈവം ഉപയോഗിക്കേണ്ട ചില പ്രത്യേക സമയങ്ങളിൽ ഇങ്ങനെ നമ്മളെ ഒരുക്കുന്ന ഒരു രണ്ടാമത്തെ രീതിയുണ്ട്. ചില ഫംഗ്ഷന് വേണ്ടി നമ്മളെ തന്നെ സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളെ തന്നെ ഒരുക്കുന്ന രീതി, കുറച്ച് മാന്യതയോടെ എല്ലാവരുടെ മുമ്പിലൊക്കെ ഒന്ന് നിൽക്കുമ്പം വളരെ മനോഹരമായിട്ട് തോന്നത്തക്ക വിധത്തിലുള്ള ഒരൊരുക്കം, അത് ആദ്യത്തേതിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്നാൽ മൂന്നാമത്തെ ഒരു ഒരുക്കമുണ്ട്. അത് ആദ്യത്തേത് കാഷ്വലായിരുന്നു, രണ്ടാമത്തേത് നമ്മളെ തന്നെ ഒരുക്കുന്നതാണ്. മൂന്നാമത്തേത് ചില വ്യക്തികളെ നിയോഗിച്ചിട്ട് അവർ നമ്മളെ ഒരുക്കുന്നതാണ്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾ തന്നെ ഒരുങ്ങി എന്നതിനേക്കാളുപരി മറ്റു പലരും നിങ്ങളെ ഒരുക്കിയതാണ്. അത് ആദ്യത്തെ രണ്ടിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. അത് ജീവിതത്തിൽ ചിലപ്പോൾ ഒറ്റ പ്രാവശ്യമേ ഉള്ളൂ. ആ ഒറ്റ പ്രാവശ്യം ഏറ്റവും മനോഹരമായിട്ട് എത്ര നന്നായിട്ട് ഒരുക്കാൻ പറ്റുമോ, എത്ര വില കൂടിയത്, നിങ്ങളുടെ ആസ്തി അനുസരിച്ച് എത്ര വില കൂടിയത് ഇട്ട് നിങ്ങളെ ഒരുക്കാൻ പറ്റുമോ, അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ദൈവം നമ്മളെ ചില കാര്യങ്ങളിൽ ഇങ്ങനെ ഒരുക്കും. ദൈവം നേരിട്ടിറങ്ങി വന്ന് ദൈവത്തിൻ്റെ പ്രത്യേക പദ്ധതിയുള്ള ആളുകളെ നമ്മുടെ അടുക്കൽ അയച്ച് ചില പ്രത്യേക പദ്ധതികൾക്ക് വേണ്ടി, അത് ഒത്തിരി പ്രാവശ്യമൊന്നും കാണത്തില്ല, അതൊരു സ്പെഷ്യൽ നിയോഗമായിരിക്കും, അതൊരു പ്രത്യേക നിയോഗമാണ്. അത് ചിലപ്പം ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യമൊന്നും കാണത്തില്ല, ചിലപ്പോൾ 1 2 ചെറിയ ചില സമയങ്ങളിൽ മാത്രമായിരിക്കും. പക്ഷെ അതിനുവേണ്ടി ദൈവം അസാധാരണമായിട്ട് ഒരുക്കും. വില കൂടിയ വസ്ത്രം അണിയിപ്പിച്ച് വിവാഹത്തിന് ഒരു വധുവിനെ ഒരുക്കുന്നത് പോലെ ദൈവം നമ്മളെ ചില പദ്ധതികൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യും. പ്രിയപ്പെട്ടവരെ, ദൈവം ചില സമയങ്ങളിൽ നമ്മളെ ഒരുക്കുന്നത് കാഷ്വലായിട്ടുള്ള രീതിയിലായിരിക്കും. അവിടെ കുറവുകളൊന്നുമില്ല, മാന്യമായിട്ടുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ ദൈവം നമ്മളെ കുറച്ചുകൂടെ മനോഹരമാക്കി ഒരുക്കും. ആ പദ്ധതികൾ ചില സമയത്ത് കാഷ്വൽ ഡ്രസ്സ് എപ്പോഴും ഉള്ളതാണ്, അത് നോർമലാണ്. എന്നാൽ ഇത് രണ്ടാമത്തേത് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. എപ്പോഴൊന്നുമില്ല, മാസത്തിൽ 1 2 അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ 1 ഒക്കെ ആയിരിക്കും. അത് കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. പക്ഷേ മൂന്നാമത്തേത് അതിശ്രേഷ്ഠമായ ചില പദ്ധതികൾക്ക് വേണ്ടി, ജീവിതത്തിൽ 1 2 ചുരുക്കം ചില തവണ നിർവഹിക്കാനുള്ള ചില നിയോഗങ്ങൾക്ക് വേണ്ടി ദൈവം നമ്മളെ അസാധാരണമായി അണിയിച്ചൊരുക്കും. വില കൂടിയത് നമ്മളെ അണിയിപ്പിച്ച് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി ഒരുക്കും. ഈ ദിവസങ്ങളിൽ അങ്ങനെ ചില പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി, ചില പ്രത്യേക പദ്ധതികൾക്ക് വേണ്ടി ദൈവം നമ്മെ നേരിട്ടിറങ്ങി വന്ന് തൻ്റെ ആത്മാവിനെ പകർന്ന്, പ്രത്യേകിച്ച് ആ മേഖലയിൽ ദൈവം ഉപയോഗിക്കുന്ന അഭിഷിക്തന്മാരെ നമ്മുടെ അടുക്കലേക്ക് അയച്ച് ചില നിയോഗങ്ങൾ കൈമാറാൻ കർത്താവ് അങ്ങനെ നമ്മളെ അണിയിച്ചൊരുക്കാൻ പോകുന്നു എന്ന ഒരു ഉറപ്പ് നിങ്ങളുടെ ഉള്ളിൽ ഭരിക്കട്ടെ. ഏതു വിധത്തിലും കർത്താവ് നമ്മളെ തൻ്റെ പദ്ധതിക്ക് വേണ്ടി മഹത്വകരമായിട്ട് ഉപയോഗിക്കാൻ ഒരിക്കൽ കൂടെ നിറഞ്ഞ ഒരു സമർപ്പണവും ആഗ്രഹവും നമ്മളിലുണ്ടാകട്ടെ. അത് ചില പദ്ധതിക്ക് വേണ്ടി ദൈവം നിങ്ങളെ അണിയിച്ച് ഒരുക്കാൻ ആഗ്രഹിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ജോമോൻ സ്കറിയാക്കുമളി. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.